തതരി നന തതരി നന. എഴുത്തച്ഛ നിക്ക. എഴുത്തച്ഛ, തന്റെ ഇളയ മകൾ അതിര് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുമായിട്ടാ തന്റെ കുട്ടിയുടെ ചങ്ങാത്തം. ജാതിയും മതവും വർണ്ണവും നോക്കിയിട്ടല്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. സൂക്ഷിച്ചോ എഴുത്തച്ഛ, കൊടിയ കുടിയിലെ കുട്ടിയുമായിട്ടാണ് തന്റെ മകളുടെ ചങ്ങാത്തം. എന്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ളവരുമായി ചങ്ങാത്തം കൂടട്ടെ, അങ്ങനെയാണ് ഞാൻ അവരെ വളർത്തുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഭൈരവന്റെ ചെവിയിലോതി കൊടുക്കുക. നിനക്ക് ഭ്രാന്ത് പിടിക്കാൻ ഭൈരവ? അതേടാ, എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത്. അറിഞ്ഞില്ലേ പുതിയ വിശേഷം? അധികാരികൾ വധിക്കപ്പെട്ടു. അതേടാ, എന്റെ ഈ കൈകൾ കൊണ്ട് അവരെ ഞാൻ കൊന്നു. അല്ല, മോള് കരയുവാണോ? പാവോടിയൻ. ഇങ്ങനെയാണെങ്കിൽ മുത്തശ്ശി കഥ നിർത്തി. ആ ഭൈരവൻ ദുഷ്ടനാ. ഇനി ഞാൻ കരയില്ല. മുത്തശ്ശി ബാക്കി കഥ പറ. പിന്നെയും 10-35 വർഷം കഴിഞ്ഞൊരു ദിവസം നല്ല പോലെ കഷ്ടപ്പെട്ട നല്ല വിളവ് നമുക്ക് കിട്ടി. നാളെ തന്നെ നെല്ലെല്ലാം ചുവന്ന് പട്ടാഴപ്പുരയിലെത്തിക്കണം. ഭൈരവൻ തമ്പ്രാന്റെയും മല്ലമ്പിളയുടെയും ശല്യം ഒന്ന് കുറഞ്ഞപ്പോൾ പുതിയ പടത്തലവൻ രാമയ്യൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നേരെയുള്ള അവന്മാരുടെ അതിക്രമങ്ങളും രാമയ്യൻ നമ്മുടെ കുടലിൽ കയറി. എന്റെ നീലിപ്പെണ്ണ് പണ്ടൊക്കെ ആരും വരാൻ പഠിക്കുന്ന കൊടും കാടായിരുന്നു ഇവിടേക്ക്. അതെ, കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇവറ്റകൾ കുടിൽ പണിയുകയല്ലേ. എങ്ങനെ വരാനാ? പണ്ടൊക്കെ ഇവിടെ ഒടിയന്മാരുടെ ശല്യമല്ലേ. പേര് കേട്ട ഒടിയൻ വേലു. മാടമ്പിത്തരം,
ഒത്തിരി കിടക്കുന്നു രാമയ്യ. എന്തായരെ പതിവില്ലാത്ത വിധം നിന്റെ ശബ്ദമുയരുന്നേ? നിനക്കും വേദനിച്ചോ? ആരുമില്ലാത്ത നേരം നോക്കി കുടിൽക്കർ കിടാത്തിമാരുടെ മാനം കവരുന്നതാണ് ഇവിടുത്തെ നിയമം. കഷ്ടം. നിർത്ത്. നിനക്ക് അറിവില്ലാത്ത കുറച്ചു കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ അലിഖിത നിയമങ്ങളെയാണ് അയ്യർ ചോദ്യം ചെയ്യുന്നത്. കാട്ടിലെ തടിയുറപ്പുള്ള നല്ല മരങ്ങളും കാണാൻ ചേലുള്ള അടിയാത്തി പെണ്ണുങ്ങളും അധികാരികൾക്ക് സ്വന്തം. അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. അയ്യരെ, ഇത്രക്കൊന്നും തോന്നുന്നുണ്ടെങ്കിൽ അളിയാന്മാരോടത്തി കൂടിക്കോ. എന്റെ കുഞ്ഞെവിടെ? പുരക്കാറയോ? എടാ, എന്റെ കുഞ്ഞിനെ നീ പുരക്കുന്നോടാ നായെ. എന്റെ നേരെ പുരക്കാറയോ? പറയാതിരിക്കാൻ വയ്യ. നിന്നെ പോലെ നല്ല ഉശിര നിന്റെ കിടാത്തിക്കും. കണ്ടില്ലേ, അവൾ തന്ന സമ്മാനമാ. ആരാ? ഞാനാണ് മൂപ്പ, ചാത്തൻ. എന്താ ചാത്ത പാതിരാത്രി ഈ വഴി? കേളുവിനെ കാണാൻ വന്ന വഴിയാ. ഏന് ഒരാവലാതി ബോധിപ്പിക്കാനുണ്ട്. അവൻ കുടിലിന്റെ പുറകിൽ ഉപാസനയിലായിരിക്കും. ആ, ഞാനും വരാം കൂടെ. കേളു, ഒരാവലാതി പറയാമെന്നാണ് കേളു. കേളുവിനെ കാണാൻ വന്ന വഴിയാ. ഏന് ഒരാവലാതി ബോധിപ്പിക്കാനുണ്ട്. രാമയ്യൻ എന്റെ കുടിലും കയറി എന്റെ കിടാത്തിയെ നശിപ്പിച്ചു. അവനെ കൊല്ലണം കേളു, അവനെ കൊല്ലണം. അവൻ നാളെ ദേവന്റെ വീട്ടിലും വരും.